നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ച് സമയം കളയുന്നത് ഇതേപോലെ ഒരു ചായക്കടയുടെ മുന്നിലായിരിക്കുമല്ലേ. ഇത്രയും പലഹാരങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിലേതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും നമ്മൾ പലരും. അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതാണ് എൻ്റെ ഈ നിൽപ്പ്. നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് പിള്ളേർക്ക് കുറച്ച് പലഹാരം വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് പലഹാരം ചാച്ചൻ വാങ്ങി എൻ്റെ കയ്യിൽ തന്ന് ഞാൻ ഓടിപ്പോയി കൊടുക്കാനുണ്ടാവും. ഈ പലഹാരം കൊടുക്കുന്നതിൻ്റെ പിന്നിൽ എനിക്ക് വേറൊരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ പോകുന്ന സമയത്ത് ലിപ് ബാം മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു കേട്ടോ. ലിപ്സ്റ്റിക്ക് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇറങ്ങിയല്ലോ, ഇനി തിരിച്ച് കയറണം, ലിപ്സ്റ്റിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാച്ചൻ ചിലപ്പോൾ എന്നെ ആട്ടി അങ്ങ് ഓടിക്കും. അതുകൊണ്ട് പിള്ളേർക്ക് പലഹാരം വാങ്ങിയിട്ട് ഞാൻ തന്നെ കൊണ്ടു കൊടുത്തോളാം എന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങ് കൊണ്ടുകൊടുത്ത് കൂട്ടത്തിൽ എൻ്റെ ആ ലിപ്സ്റ്റിക്കും ഇങ്ങ് എടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ ചെക്കൻ എൻ്റെ കയ്യിലിരുന്ന ലിപ് ബാം അങ്ങ് എടുത്തിട്ട് പോവാണ്. ഈ ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഇല്ലാണ്ട് ഒരു വഴിക്ക് പോകുമ്പോൾ തന്നെ പകുതി കോൺഫിഡൻസ് പോവും. അങ്ങനെ അതൊക്കെ കൊടുത്ത് ഷടപടയെന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്കും ചാച്ചൻ എനിക്കുള്ള ചായ ആയിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ലോഡ് സാധനങ്ങളുണ്ട്, ചാച്ചൻ്റെ പേഴ്സും എൻ്റെ സാധനങ്ങളും ഫോണും അങ്ങനെ കുറേ ഉള്ളത് കൊണ്ട് തന്നെ ചായ പിടിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. ചായ തന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സ്പോട്ടിൽ അതൊന്നും ഒഴിവാക്കിയിട്ടാ. ഇനി നേരെ കാറി പോയിട്ട് ആ സ്പേസിൽ അങ്ങ് ചായ വെച്ചാൽ നിർവൃതി അടയും. ഹലോ, അതവിടെ മാറ്റി എന്റെ ചായ വെക്കാനാ. അപ്പൊ എന്റെ ചായ അത് മാറ്റിക്കോ. എന്റെ ചായ വെക്കാനാ ഞാൻ സ്പേസ് ഒരുക്കിയത്. നിന്റെ ചായ വായയിലേക്ക് ഒഴിച്ചു കൊടുക്കേ, ഇത് മാറ്റി വെക്കേ. എന്താന്ന് ചെയ്, ഇത് പൊളിക്കേ. രണ്ട് കയ്യില്ലേ കയ്യില് പൊളിക്കാൻ കൂടെ. അങ്ങനെയാണോ? സമത്വം പൊളിക്കടാ. സാധാരണ കെട്ടിയോന് ഭക്ഷണം വിളമ്പി കൊറേ ഫെമിനിസ്റ്റുകൾ പറയാനുണ്ടേ, അവന് കയ്യില്ലേ വിളമ്പി തിന്നൊക്കെ പറയാറില്ല കൊറേ പേര്. നീ പൊളിച്ചിട്ട് ഞാൻ കുടിക്കുള്ളൂ. മര്യാദക്ക് പൊളിച്ചെന്നോ? കാരണം എന്റെ ഭാര്യ ഫെമിനിസ്റ്റല്ല, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഇനി ഓഞ്ഞ ലിപ്സ്റ്റിക്ക് പോവാണ്ടൊന്ന് കുടിക്ക്, ചായ കാണട്ടെ. ചൂടുള്ള ചായ ഇങ്ങനെ മുത്തി മുത്തി. ഓ, അതിനാണ് ഇപ്പൊ പിള്ളേർക്ക് പലഹാരം മേടിക്കാൻ പറഞ്ഞു പോയല്ലേ. ഉറപ്പായിട്ട് ആട്ടിയാണ്. അതിന്റെ ഇടയിൽ ചാച്ച പിള്ളേര് പാവം, അവർക്ക് എന്തെങ്കിലും പേടിക്കും. ഞാൻ വിചാരിച്ചു പാവം അപ്പനായ ഞാൻ ഓർത്തില്ല, അമ്മ ഓർത്തു നിന്നൊക്കെ ഞാൻ പറയാനുള്ള. എന്നെ നന്നായി അറിയുന്ന ആളായതുകൊണ്ട് തന്നെ സ്പോട്ടിലെ ആൾക്ക് കാര്യം മനസ്സിലായി. നമ്മളിതേ പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായി തീർത്തിട്ട് ഞങ്ങൾ വീട്ടിൽ ചായ കുടിക്കാൻ കയറി. കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തെ ചായ മിസ്സായി കഴിയുമ്പോൾ എനിക്കും ചാച്ചനും തലയ്ക്കൊരു പെരുപ്പോ വേദന അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. നിങ്ങൾക്കുണ്ടോ അങ്ങനെ? അതിന് അസുഖമാണോ തോന്നലാണോ ദൈവത്തിനറിയാം. അങ്ങനെ നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലെത്തി. ചാച്ചൻ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ചാച്ചൻ്റെ ഡ്യൂട്ടിക്കും പോയി. അപ്പോൾ നമുക്കിനി അടുത്ത